ചെയ്താൽ ഉത്തരം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? അതിന് ആഗ്രഹമില്ലാത്തവർ ആരുണ്ട്, അല്ലേ? എന്നാൽ ഒരു കാര്യം പറയാം. ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാൻ നമുക്കും സാധിക്കും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപം വെച്ച് ഒരിക്കല് ഒരായത്ത് പാരായണം ചെയ്യപ്പെടുകയാണ്. യാ അയ്യുഹന്നാസു കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ. ജനങ്ങളെ, ഭൂമിയിലുള്ളതിൽ അനുവദനീയമായത്, ഉദാത്തമായത് നിങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക. ഈ ആയത്ത് പാരായണം ചെയ്യപ്പെട്ടപ്പോൾ ഉടനെ തന്നെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ടൊരു കാര്യം പറഞ്ഞു. പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ ദുആക്ക് ഉത്തരം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അങ്ങ് ദുആ ചെയ്യണം. ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ ദുആയിലേക്ക് പോവുകയല്ല ചെയ്തത്, മറിച്ച് ചെറിയൊരു ഉപദേശമാണ് അവിടെ ചെയ്തത്. എന്തായിരുന്നു ആ ഉപദേശം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഅദേ, നിങ്ങളുടെ ഭക്ഷണം നല്ലതാക്കുക, എന്നാൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കുന്നവനാകാം. അതായത് നാം കുടിക്കുന്ന വെള്ളം, നാം കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഹലാല് ആവാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് എങ്കിൽ നമ്മുടെ ദുആക്ക് ഇജാബത്ത് ലഭിക്കാൻ അത് മതിയാകും എന്നർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ ആ അല്ലാഹു തന്നെയാണ് സത്യം. തീർച്ചയായും ഒരടിമയുടെ വയറ്റിൽ ഹറാമായ ഒരു ഉരുള ഭക്ഷണം ഉണ്ടെങ്കിൽ അവന്റെ 40 ദിവസത്തെ അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഒരടിമ അവന്റെ മാംസം ഹറാമായതിൽ നിന്നും പലിശയിൽ നിന്നുമാണ് വളരുന്നതെങ്കിൽ നരകമാണ് അവന് ഏറ്റവും അനുയോജ്യമായത്. ഈ ഉപദേശം യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തുവെങ്കിലും അദ്ദേഹം ഹലാലായത് മാത്രം ഭക്ഷിക്കുന്ന വ്യക്തി തന്നെയാണ്. പക്ഷേ ഈ ഉപദേശം ആർക്കുള്ളതാണ്? നമ്മെ പോലുള്ള ആളുകൾക്കുള്ള ഉപദേശമാണ്. നമ്മുടെ ഭക്ഷണവും നമ്മുടെ പാനീയവും നമ്മുടെ വസ്ത്രവും അത് ഹലാലായ നിലക്ക് ഉള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും നാം കൈ ഉയർത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായിട്ടും അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹറാമാണെങ്കിൽ ദുആക്ക് ഉത്തരമുണ്ടാവാൻ സാധ്യതയുമില്ല.